കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 19-കാരി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റിലും ജനറൽ കമ്പാർട്ട്മെന്റിലും വേണ്ടത്ര സുരക്ഷയൊരുക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുണ്ടോ? ഞങ്ങളുടെ പ്രതിനിധികളായ മീര മോഹനും ദിൽഷ തിലകനും ട്രെയിനിൽ സഞ്ചരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടത് ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നുള്ള മീര തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ശ്രീകുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോയ അതേ മെമു ട്രെയിനിലാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി നിരവധി കാര്യങ്ങൾ പോലീസും സർക്കാരും ചെയ്തെന്ന് പറയുമ്പോഴും രാത്രിയിലെ യാത്ര സുരക്ഷിതമാണോ? ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ സ്ത്രീകളോട് തന്നെ നമുക്കത് ചോദിച്ചറിയാം. ക്രമീകരണങ്ങളൊന്നുമില്ല ഞാൻ വേണം പറയാനായിട്ട്. കാരണം ഇപ്പോൾ ഈ ട്രെയിനിൽ തന്നെ നോക്കിയാലും ഒരിതുമില്ല. ഒരു സുരക്ഷയുടെ കാര്യമായിട്ട് റെയിൽവേ നമുക്കൊന്നും ചെയ്യുന്നില്ല. 6:50 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ ഈ ട്രെയിനിൽ കയറുന്നത്. സ്റ്റേഷനുകൾ 12 എണ്ണം പിന്നിട്ടു കഴിഞ്ഞു. ഇതുവരെ ഒരു ഉദ്യോഗസ്ഥനും സുരക്ഷയ്ക്കായുള്ള പരിശോധനയ്ക്കായി ഈ ട്രെയിനിൽ എത്തിയിട്ടില്ല. പരിശോധന നടന്നിട്ടില്ല. ഞാൻ ഇരിക്കുന്നത് ലേഡീസിലാണ്. ലേഡീസിൽ അവിടെ ക്യാമറ വയ്ക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വർക്കല വരെ സഞ്ചരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റുകളിലോ ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലോ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഇന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്ത സഹയാത്രികരും അതേ കാര്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സൗമ്യ കേസ് ഉണ്ടായപ്പോൾ ഇനിയൊരു സൗമ്യ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്നലെ ഇപ്പോൾ ശ്രീകുട്ടിയും. ഇനിയൊന്നും ഇതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. ക്യാമറമാൻ രതീഷ് കട്ടയിലേക്കൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. ഇനി കോഴിക്കോട് നിന്ന് ദിൽഷ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാൻ ദിവസവും യാത്ര ചെയ്യുന്നൊരു യാത്രക്കാരിയാണ് ട്രെയിനിൽ. അപ്പം എല്ലാ ദിവസങ്ങളിലും കൃത്യമായിട്ട് പോലീസൊന്നും ഉണ്ടാവാറില്ല, ചെക്കിംഗ് ഒന്നും കൃത്യമായിട്ട് ഉണ്ടാവാറില്ല. മെയില് അങ്ങനെ സൂപ്പർഫാസ്റ്റ് പോലെയുള്ള ട്രെയിനുകളിൽ മാത്രമാണ് RPFന്റെ ഒക്കെ സേവനം കൃത്യമായിട്ട് കിട്ടുന്നത്. മെയിലാണെങ്കിൽ പോലും ഞാൻ ചില ദിവസങ്ങളിൽ ലേഡീസിൽ കയറുന്ന സമയങ്ങളിൽ പുരുഷന്മാരെ കയറുന്നതും പുരുഷന്മാരെ ഇറക്കി വിടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കോഴിക്കോട് കംപ്ലൈൻറ്റ് ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാത്രി സമയങ്ങളിലും അതേപോലെ രാവിലെ നേരത്തെ സമയങ്ങളിലും ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടാവുക. സേവനമൊന്നും ഫാസ്റ്റ് ട്രെയിനുകളിൽ ലഭ്യമല്ല. ചില മെയിലുകളിൽ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. എന്നാലും സ്ത്രീ യാത്ര പൊതുവെ നൈറ്റിൽ അത്ര സുരക്ഷിതമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത സംവിധാനങ്ങൾ സ്ത്രീ സൗഹൃദമാണോ? പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകൾ. കാലാകാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തു വരുന്നൊരു വിഷയമാണിത്. എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചകൾ മാത്രമേ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. നമ്മുടെ സ്ത്രീകൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്: ഭയമില്ലാതെ രാത്രിയും പകലും സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കണം. അതിനായിട്ട് ഓരോ കമ്പാർട്ട്മെന്റിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണം. അടിയന്തര സഹായം ആവശ്യമായി വന്നാൽ അതിനായിട്ട് പാനിക് ബട്ടൺ സംവിധാനങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ ഓരോ കമ്പാർട്ട്മെന്റിലും വനിതാ പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും നിരീക്ഷണവും സാന്നിധ്യവും അത് നിരന്തരം ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകണം. സുൽത്താൻ മുഹമ്മദിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.
വിവരങ്ങളുമായിട്ട് തിരുവനന്തപുരത്ത് നിന്നും മീര മനോഹരും കോഴിക്കോട്ട് നിന്നും ദിൽഷ തിലകനും ഇപ്പോൾ ചേരുന്നുണ്ട്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. മീര, എങ്ങനെയാണ് ഈ യാത്രക്കാർ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്? ഇപ്പോൾ വനിതാ കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ എന്താണ് സാഹചര്യം എന്നുള്ളത് നിരീക്ഷിച്ചത്. എങ്ങനെയാണ് അവരൊക്കെ പ്രതികരിക്കുന്നത്? എന്തെല്ലാമാണ് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെന്നാണ് അവർ പറയുന്നത്? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ വൈകിട്ടാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വർക്കല വരെ ആ ഒരു ദൂരത്ത് സഞ്ചരിച്ചത്. എന്തായാലും വനിതാ കമ്പാർട്ട്മെൻറ്റുകളിലായാലും ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലായാലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പൂർണ്ണമായും അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. നേരത്തെ നമ്മളോട് ഉൾപ്പെടെ സംസാരിച്ച കുറേ സ്ത്രീകളുണ്ട്. അവരുൾപ്പെടെ പറയുന്നത് ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളിൽ ഓരോ സ്റ്റേഷനുകളിൽ എത്തുമ്പോഴും ഒരു പരിശോധന, ഇത്തരത്തിൽ സുരക്ഷിതരായിട്ടല്ലേ ഇവർ പോകുന്നത്, അല്ലെങ്കിൽ മെൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കയറുന്നുണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടാവണമെന്നുണ്ട്. പക്ഷേ ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളിൽ അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ യാത്രക്കാർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് ഇവരൊക്കെയും സ്ഥിരമായി പോയി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ദിവസങ്ങളിലൊന്നും തന്നെ, അപൂർവം ചില ദിവസങ്ങളിലൊഴികെ ബാക്കിയൊരു ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ മുൻപ് ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നു എന്നൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട്, ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അതായത് ഈ ലേഡീസ് കോച്ചുകൾ ഒരു ട്രെയിനിൻ്റെ മധ്യത്തിലാക്കുക, അതുകൂടാതെ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൽ നിയമിക്കുക തുടങ്ങിയ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാത്രയിൽ കൂടി തന്നെ എനിക്ക് മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റുകളെയും ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. ആ ഘട്ടത്തിലും ഞാൻ പോകുന്ന സമയങ്ങളിലും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നതായുള്ള കാഴ്ചയോ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഈ ശ്രീകുട്ടിയുടെ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഈ രാത്രി യാത്രകളിൽ സുരക്ഷിതത്വം ഇല്ല എന്ന് തന്നെയാണ് ഇന്നലെ നമ്മൾ നേരിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളിലെ ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഈ ഇപ്പോഴും പല ട്രെയിനുകളിലും ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾ ഏറ്റവും പുറകിൽ അല്ലെങ്കിൽ ഏറ്റവും മുമ്പിലാണുള്ളത്. പല ട്രെയിനുകളിലും അങ്ങനെ തന്നെയാണ്. അത് നടുവിലാക്കണമെന്നുള്ള ഹൈക്കോടതി നിർദ്ദേശം വളരെ മുൻപ് തന്നെ വന്നതാണ്. പക്ഷെ അതൊന്നും തന്നെ ഇപ്പോഴും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ റെയിൽ യാത്രയിൽ ഇത്തരത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു വീഴ്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അവർ തന്നെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഹർഷൻ, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ദുരന്തം ഉണ്ടാവുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ചർച്ചയാവുന്നത്. പക്ഷേ പിന്നീട് അതിൽ കാര്യമായ ശ്രദ്ധ ഉണ്ടാവുന്നില്ല എന്നാണ്. ദിൽഷ കൂടി ചെയ്യുന്നുണ്ട്. ഇന്നലെ ദിൽഷയും ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്തിരുന്നു. അതിനപ്പുറത്ത് ഇത് സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ. ട്രെയിനിൽ എന്തെല്ലാമാണ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്നാണ് ഈ വടക്കൻ കേരളത്തിലുള്ള യാത്രക്കാർ പറഞ്ഞത്? ഹർഷൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏതെങ്കിലും ഒരു കഥയെങ്കിലും, ഒരു ദുരനുഭവത്തിൻ്റെ കഥയെങ്കിലും പങ്കുവെക്കാനുണ്ടാകും. അത്തരത്തിൽ നമ്മൾ ഇന്നലെ യാത്ര ചെയ്ത സമയത്ത് കണ്ണൂർ ഷൊർണൂർ പാസഞ്ചറിലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മുഴുവൻ സ്ത്രീകൾക്കും ഒരുപോലെ പറയാനുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾക്ക് ഭയമില്ലാതെ, അത് രാത്രി മാത്രമല്ല പകൽ സമയങ്ങളിലാണെങ്കിലും ഭയമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. റെയിൽവേ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഒരുപാടുണ്ടായിരുന്നു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് മാത്രമാണ് ഇതൊരു ചർച്ചാ വിഷയമാകുന്നത്. ഇതെല്ലാം കേവലം ചർച്ചകളിൽ മാത്രം ഒതുങ്ങി പോകുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല. തുടരെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവുകയാണ്. അതിൽ പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അധികൃതരെ വിവരം അറിയിക്കണമെങ്കിൽ അതിനൊരു സംവിധാനമില്ല എന്നുള്ളതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ എങ്ങനെ തങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനായിട്ട് കൃത്യമായിട്ടൊരു പാനിക് ബട്ടൺ തന്നെ, അങ്ങനെ ഒരു സംവിധാനം തന്നെ ഉറപ്പാക്കണമെന്ന് സ്ത്രീകൾ ഓരോരുത്തരും ഒരുപോലെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ CCTV ക്യാമറകളെല്ലാം തന്നെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതും നടപ്പിലാക്കിയിട്ടില്ല. മാത്രമല്ല വൈകിട്ട് 6 മണിക്ക് ശേഷം ഓടുന്ന ട്രെയിനുകളിലൊക്കെ തന്നെ 4 പുരുഷ കോൺസ്റ്റബിൾമാരും അതുപോലെ തന്നെ 2 വനിതാ കോൺസ്റ്റബിൾമാരുടെ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് റെയിൽവേ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ അതുമില്ല. പല ട്രെയിനുകളിലും ഒരു പുരുഷ കോൺസ്റ്റബിൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഇന്നലെ നടത്തിയ യാത്രയിൽ സത്യം പറഞ്ഞാൽ ഇന്നലെ നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തെ തുടർന്നുള്ള ഒരു പരിശോധന മാത്രമാണ്. അത് നിരന്തരം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ തന്നെയാണ് നമ്മളോട് അത് പറഞ്ഞത്. ഇതിന് മുൻപ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഇതിനു മുമ്പ് അവർ ഇത്തരത്തിൽ പരിശോധനകൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ളത് ഭയമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കണം. മാത്രമല്ല ലേഡീസ് കമ്പാർട്ട്മെന്റിലൊക്കെ തന്നെ
ഈ സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ച് കയറി വരുന്നുണ്ട്. ലേഡീസ് കമ്പാർട്ട്മെന്റിലും ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ അല്ലെങ്കിൽ അവിടെ ഒരു സുരക്ഷ. എന്തായാലും കഴിഞ്ഞ ദിവസം കുറെ കൂടി ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന്, റെയിൽവേയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം കാര്യക്ഷമമായി തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക ഉയരുന്നത്.